ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി വീഡിയോ. 20,000 രൂപയ്ക്ക് താഴെ വാങ്ങാൻ കഴിയുന്ന കുറച്ച് സ്മാർട്ട് ഫോൺസിനെ നമുക്കിന്ന് പരിചയപ്പെടാം ഈ 2024-ൽ. അപ്പോൾ ഇതിനൊരു ക്രൈറ്റീരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാനദണ്ഡങ്ങൾ വച്ചുള്ള ഫോൺസ് ആയിരിക്കും ഇതിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് 120 ഹെർട്സ് ആമോലെഡ് സ്ക്രീൻ ആയിരിക്കണം. സെക്കൻഡ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ടായിരിക്കണം. 5.5 ലാക്ക് പ്ലസ് അതിൽ കൂടുതലായിട്ടുള്ള അന്തോത്ത് സ്കോർ ഉണ്ടായിരിക്കണം. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വേണം. 5000 mAhന്റെ ബാറ്ററി ഉണ്ടാവണം. 8 GB റാം പ്ലസ് 128 GB സ്റ്റോറേജ്. 6 GB റാം കഴിഞ്ഞു. ഇനി 8 GB റാം 128 GB സ്റ്റോറേജ് ഉള്ള ഫോൺസ് മാത്രമേ നമ്മൾ ഈ ഒരു 20,000 രൂപയ്ക്ക് ഉള്ളിലുള്ള ലിസ്റ്റിംഗിൽ വെച്ചിട്ടുള്ളൂ. സോ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മുടെ ലിസ്റ്റിനകത്ത് വരുന്നത് ലാവ ബ്ലേസ് കർവ് 5G ആണ്. അപ്പോൾ ലാവയുടെ ഫോൺ എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരും നെറ്റിയൊന്നും ചുളുക്കണ്ട. കാരണം പഴയ പോലത്തെ അല്ല, ഇപ്പം ലാവ നല്ല അത്യന്തികം മികച്ച ഫോണുകൾ വിപണിയിൽ ഇറക്കുന്നുണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഡിസ്പ്ലേ വന്നിട്ട് 6.67 ഫുൾ HD പ്ലസ് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സ് മീഡിയാടെക് ഡയമൻസിറ്റി 7050 8 ബാൻഡ്സ് 5G ഉണ്ട്. പിന്നെ 8 GB 128 ഉണ്ട്, 256 ഉണ്ട്. UFS 3.1 സ്റ്റോറേജ് ആണ്. ക്യാമറ വന്നിട്ട് 64:8:2. പിന്നെ 32 MB ഫ്രണ്ട് ക്യാമറ. ബാറ്ററി 5000 mAh, 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്. പിന്നെ OS വന്നിട്ട് ആൻഡ്രോയിഡ് 13 ആണ്. അതൊരു ചെറിയ നെഗറ്റീവ് ഉള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് അപ്ഡേറ്റ് ഭാവിയിൽ തരാമെന്നവർ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഏകദേശം ഒരു 17, 18, 19 നമ്മുടെ ഇതിൽ വില വരും. അടുത്ത ഏതാണെന്ന് നോക്കാം. അടുത്ത ഫോൺ വന്നിട്ട് iQZ9 5G ആണ്. അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേ വന്നിട്ട് 6.67 FHD AMOLED 120 ഹെർട്സ്. പിന്നെ പ്രോസസർ മീഡിയാടെക് ഡയമൻസിറ്റി 7200ന്റേത്. ബാറ്ററി 5000 mAh, 44 വാട്ട്സിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യും. 8 GB 128 GB സ്റ്റോറേജ്. ക്യാമറ 50 മെഗാ പിക്സൽ. പിന്നെ 16 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ. OS വന്നിട്ട് ടച്ച് OS 14 ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇവര് 2 തൊട്ട് 2+3 ഇയേഴ്സിന്റെ അപ്ഡേറ്റ്സ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. 20,000 രൂപയാണ് വില. അടുത്ത ഏതാണെന്ന് നമുക്ക് നോക്കാം. പോക്കോ X6 ആണ് നമ്മുടെ മൂന്നാമതായി വരുന്നത്. പോക്കോയുടെ നല്ല ഫോൺസ് ഇപ്പം അവർ ഇറക്കുന്നുണ്ട്. ഇതൊരു 1.5K പ്ലസ് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ 6.67 സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് ആണ്. 7S Gen 2. 8 GB 256 GB ഉണ്ട്. പിന്നെ ബാറ്ററി വന്നിട്ട് 5100 mAh, 67 വാട്ട്സിന്റെ ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് ഇതിൽ സപ്പോർട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിനെക്കാട്ടിയും ഫാർ ബെറ്റർ ആണ് ഈ ഒരു ഫോൺ. 64 മെഗാ പിക്സലിന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വെച്ചുള്ള ക്യാമറ. 8 MB 2 MB പിന്നെ 16 MB ഫ്രണ്ട് ക്യാമറ ഉണ്ട്. ആൻഡ്രോയിഡ് 13 ആണ് ഇതിലെ ഒരു പോരായ്മ. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഇതിലും കമ്പനി 3+4 ഇയേഴ്സിലെ അപ്ഡേറ്റ്സ് തരാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. 21,000 രൂപയാണ് ഇതിന്റെ വില. ഇനി അടുത്ത ഫോൺ ഏതാണെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ ഫസ്റ്റിൽ വരുന്നത് റിയൽമി 12 പ്ലസ് ആണ്. ഇത് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, 6.67 ഫുൾ HD പ്ലസ്. മീഡിയാടെക് ഡയമൻസിറ്റി 7050 ആണ്. പിന്നെ 8 GB 128 GB 256 GB ഒക്കെയാണ് ഇതിന്റെ സ്റ്റോറേജും റാമും വേരിയന്റ് വരുന്നത്. ക്യാമറ അത്യാവശ്യം നല്ല ക്യാമറയാണ്. 50 മെഗാ പിക്സൽ OIS ഒക്കെ ഉണ്ട്. 16 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ. ബാറ്ററി 5000, 67 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ഇതിലും കൊടുത്തിട്ടുണ്ട്. സോ ഇത് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ്. അടിപൊളി ഒരു ഡിസൈൻ ആണ് ഇതിന്റെ. പിന്നെ ഫോണിന്റെ ബാക്കും ഫ്രണ്ടും ഒക്കെ. റിയൽമി UI ആണ് 5. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്, സ്റ്റീരിയോ സ്പീക്കർ. 21,000 രൂപയാണ്. ചിലപ്പോൾ ഒരു 1000 അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂടുമെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. 20,000 കറക്റ്റ് ആയിരിക്കത്തില്ലെങ്കിലും നിങ്ങൾക്ക് കാർഡ് ഓഫർ ഒക്കെ വെച്ചിട്ട് കറക്റ്റ് 20,000ത്തിന് ഫോൺ എടുക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ ബ്രാൻഡിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഈ 4 ഫോണാണ് 20,000ത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ബ്രാൻഡ്, ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് വേണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഒന്നാമതായി നിങ്ങൾക്ക് ഓപ്ഷൻ എന്ന് വെച്ചാൽ പിന്നെ OnePlus Nord CE 3 Lite 5G എന്ന് പറഞ്ഞ ഫോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മോട്ടോ G84 വളരെ നല്ല ഫോണാണ്. മോട്ടോ ഒരു അടിപൊളി ഒരു ക്ലീൻ UI എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ മോട്ടോ G84 എന്ന് പറഞ്ഞ ഫോണിൽ കിട്ടും. മോട്ടോ ഉപയോഗിച്ചവർക്ക് അറിയാം, വളരെ നല്ല ഫോണാണ്. പിന്നെ സാംസങ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാംസങ് ഗാലക്സി M34 നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. സോ അപ്പം ഗൈസ്, എല്ലാ പിന്നെ ഇത് ഫോണിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അതിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.